ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്കെല്ലാം അറിയാം, നമ്മുടെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റിന്റെ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ KC ഗൗണ്ടൻ സാറാണ്. അപ്പൊ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർക്ക് ഈ ഒരു മേഖലയിൽ 45 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മളോട് പറയുന്നത് ഒരു പ്രോഡക്റ്റ് തന്നിട്ട് അത് കൊണ്ടുപോയി സെയിൽ ചെയ്യാനല്ല പറയുന്നത്, അതിനെ കുറിച്ച് കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചിട്ടാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ കെയർ എലമെന്റ്സ് ഒക്കെ ആണെങ്കിൽ കൂടെ നമുക്കത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കുറിച്ച് കുറച്ചെങ്കിലും പഠിക്കണം. കാരണം ഒരു കസ്റ്റമർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അപ്പൊ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആയുധം എന്ന് പറയുന്നത്. അപ്പൊ ആ ആയുധം കിട്ടിയാൽ നമുക്കത് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണമുള്ളൂ. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും ബിസിനസ് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് നമുക്കറിയാം. നമുക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഹാർവസ്റ്റ് സക്സസ് അക്കാഡമിയാണ്. അതുപോലെ സാറ് ഈ ഒരു മേഖലയിൽ PhD ഒക്കെ എടുത്തിട്ടുള്ളത് മുംബൈയിൽ നിന്നാണ്. ഈ ഒരു മേഖലയിൽ നല്ല അറിവാണ് സാർക്ക് ഉള്ളത്. കാരണം നമ്മുടെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വൈറ്റനിങ് ബോഡി ലോഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓക്സിജനേഷൻ, അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കാനുള്ള ഒരു കഴിവുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ വൈറ്റനിങ് ബോഡി ലോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്കിന്നില് സെൽസ് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ പുതിയ സെൽസ് വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ബോഡിയിൽ എല്ലാ ഭാഗത്തും ഓക്സിജൻ എത്തണം. അപ്പൊ ആ ഓക്സിജൻ എത്തിക്കാൻ കഴിവുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ ഈ വൈറ്റനിങ് ബോഡി ലോഷൻ. അതുകൂടാതെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കലകളും പാടുകളും ഡിമ്മ് ചെയ്യാം, അതായത് അതിന്റെ കളറ് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? ഈ വൈറ്റനിങ് ബോഡി ലോഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് സാഫ്രോൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം കുങ്കുമം അല്ലെ, കുങ്കുമത്തിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിന് റേറ്റ് കൂടുതലാണ്. പിന്നെ സൺസ്ക്രീൻ ലോഷനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നാച്ചുറൽ സൺസ്ക്രീൻ ആണ് എന്ത്? ഈ കുങ്കുമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്കത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് നമ്മുടെ വൈറ്റനിങ് ബോഡി ലോഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 2 തരം രശ്മികൾ ഉണ്ട് അല്ലെ, അൾട്രാ വയലറ്റ് A രശ്മി ഉണ്ട്, B രശ്മി ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് കയറി ചെന്ന് സ്കിന്നിന് ചുക്കും ചുളിവും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അൾട്രാ വയലറ്റ് A രശ്മികൾ. B രശ്മി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് കരുവാളിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വൈറ്റനിങ് ബോഡി ലോഷൻ. അതായത് ഹാംഫുൾ ആയിട്ടുള്ള രശ്മികളിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സ്കിന്നിന് കളർ നൽകുന്നത് മെലാനിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെന്റ് ആണ്. അപ്പോ ഈ മെലാനിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ കുങ്കുമം എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ മെലാനിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ചില ആളുകൾ സ്കിന്ന് ബ്ലാക്ക് ആവുന്നതും മെലാനിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ചില ആളുകളുടെ സ്കിന്ന് ഫെയർനെസ് ആവുന്നതും. അപ്പോ ഈ മെലാനിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാനുള്ള കഴിവ് ഈ കുങ്കുമത്തിനുണ്ട്. കൂടാതെ നല്ലൊരു ടോണറും കൂടിയാണ് എന്ത്? ഈ സാഫ്രോൺ കുങ്കുമം എന്ന് പറയുന്നത്. അതായത് മുഖത്തുള്ള ചെറിയ പോർസ്, അതായത് കുഴികളുടെ ആഴമൊക്കെ കുറച്ച് കൊണ്ടുവരാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു ആന്റി ബാക്ടീരിയൽ കർമ്മമുള്ള കണ്ടന്റ് ആണ് കുങ്കുമം എന്ന് പറയുന്നത്. മുഖക്കുരുവിനെതിരായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടെ എന്തിനുണ്ട്? ഈ സാഫ്രോണിനുണ്ട്. പിന്നെ നമ്മളെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും കുങ്കുമത്തിന് നല്ല കഴിവുണ്ട്. അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് വെറ്റിവർ എന്ന് പറയുകയാണെങ്കിൽ രാമച്ചത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. അതായത് നമ്മുടെ സ്കിന്നിലെ നനവിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് എന്തിനുണ്ട്? രാമച്ചത്തിനുണ്ട്. അപ്പോ നമ്മുടെ അന്തരീക്ഷത്തിൽ പലതരം സ്ട്രെസ്സുകൾ ഉണ്ട് അല്ലെ, അമിതമായ സൂര്യപ്രകാശം ഉണ്ട്, പൊടിപടലങ്ങൾ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ത്? ഈ വെറ്റിവർ എന്ന് പറഞ്ഞ കണ്ടന്റ്. അതുകൂടാതെ സ്കിന്നിന് ഉണ്ടാവുന്ന ചുക്കും ചുളിവും ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ വെറ്റിവർ എന്ന് പറഞ്ഞ കണ്ടന്റ് സഹായിക്കുന്നുണ്ട്. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇരട്ടിമധുരാണ്. അപ്പൊ ഇരട്ടിമധുരത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്
ഇതിൽ 2 കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ലിക്യൂറിനും ലിക്കോടാൽക്കോണും അടങ്ങിയ ഒരു ഇതാണ് ഇരട്ടിമധുരം എന്ന് പറയുന്നത്. പിന്നെ 20 അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇതേപോലെ സ്കിന്നിന് ഇറിറ്റേഷൻ, അതായത് ചൊറിച്ചിൽ, ഇറിറ്റേഷൻ ഒന്നും വരാതെയും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടുകളുടെ ഡിമ്മ്, അതായത് ഡാർക്ക് കളർ കുറച്ച് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇരട്ടിമധുരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒലീവ് ഓയിൽ ആണ്. നമുക്കറിയാം ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്ചറൈസിങ് നിലനിർത്താൻ പറ്റിയ ഒരു കണ്ടന്റ് ആണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഒരുപാട് ആന്റി ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും എന്താണ് ആന്റി ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ, നമുക്കറിയാം. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിന്റെ നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ നൽകി അതിന് സ്ഥിരത നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, ആന്റി ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റി ഓക്സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആന്റി ഓക്സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സ്കിന്നിന് ചുക്കും ചുളിവും വരാതെ സഹായിക്കാനും അതുപോലെ ഈ ഫ്രീ റാഡിക്കൽസിനെ നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസിന്റെ അളവിനെ നമ്മൾ നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാണ്. അടുത്ത കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ മിൽക്ക് ക്രീം ആണ്. ഇത് എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് മിൽക്ക് ക്രീം. അതായത് ഡാർക്ക് കലകളെ ഡിമ്മാക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിലുള്ള ചുക്കും ചുളിവും ഒന്നും വരാതെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും പിന്നെ ചൊറിച്ചിലും ഇറിറ്റേഷനും ഒന്നും ഇല്ലാതെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് മിൽക്ക് ക്രീം. അടുത്തത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറയുകയാണെങ്കിൽ ആന്റി ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഇത് റാഡിക്കൽസിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അന്തരീക്ഷത്തിലുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് സിമാഗോ. അതേപോലെ വൈറ്റമിൻ മിനറൽസ്, മിനറൽ കോംപ്ലക്സ്, സിമാഗോ, കോപ്പർ, സിങ്ക്, ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോപ്പർ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള 2 സെൽസ് ആണ് ഇലാസ്റ്റിനും കൊളോജിനും. അപ്പൊ ഇതിന് ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ സ്കിൻ ഇങ്ങനെ വലിച്ച വലിയും, കൊളോജിൻ എന്ന് പറയുകയാണെങ്കിൽ സ്കിന്നിന്റെ സ്ട്രെങ്ത് ആണ്. അപ്പൊ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പർ ആഡ് ചെയ്തിട്ടുള്ളത്. മഗ്നീഷ്യത്തിന്റെ അഭാവം കൊണ്ട് നമുക്ക് ചുക്കും ചുളിവും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് മഗ്നീഷ്യം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും കുളിച്ചതിന് ശേഷം മാത്രമേ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം വേർപ്പുള്ള സമയത്ത് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഴുക്കും ക്രീമും എല്ലാം കൂടെ നമ്മളെ ബോഡിയിലായി കഴിഞ്ഞാൽ നമുക്ക് കുരുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് പ്രോഡക്റ്റും ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ജെല്ലാണ്. അപ്പൊ ശരീരത്തെ പോളിഷ് ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാവും. കാരണം നമുക്കറിയാം സൂര്യപ്രകാശം, പൊടിപടലങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അതായത് സ്കിന്നിലുള്ള സെൽസ് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഓയിൽ സ്കിൻ ആണെങ്കിൽ ഈ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സെൽസ് അതിൽ തന്നെ പറ്റിപ്പിടിച്ച് അത് പിന്നെ കുരുവായി മാറി, അതായത് ബൾജ് ചെയ്തിട്ട് കുരുവായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതായത് ഇതിലെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുകയാണെങ്കിൽ നാച്ചുറൽ വാൾനട്ട്, അതായത് പീച്ചിങ്ങ. പീച്ചിങ്ങന്റെ പ്രത്യേകത എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ക്രബിങ് എഫക്റ്റ് ആണ് അല്ലെ. നശിച്ച കോശങ്ങളെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റ് ആണ് എന്ത്, ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇട്ട് നമ്മള് ബോഡിയിൽ എന്താ പറയാ റബ്ബ് ചെയ്യുകയാണെങ്കിൽ കൊഴിഞ്ഞു പോയ സെൽസ് ഒക്കെ നശിച്ചു പോയ സെൽസ് ഒക്കെ കൊഴിഞ്ഞു പോയിട്ട് പുതിയ സെൽസ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഓറഞ്ച് പീലാണ്. ഇത് ചൂടുവെള്ളത്തിൽ കുളിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കുളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചൂട് പിടിക്കുക, അതിനുശേഷം ഇത് ശരീരത്തിൽ അപ്ലൈ ചെയ്യാം. അതായത് അതായത് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഈ ബോഡി പോളിഷ് ജെല്ല് കൂട്ടി ഡയല്യൂട്ട് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. വെള്ളം അധികം ആവാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം അതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ബോഡി മൊത്തം അപ്ലൈ ചെയ്യുക. ഒരു 30-40 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്തതിന് ശേഷം
ഇതിൽ ഇലാസ്റ്റിനും കൊളോജിനും അടങ്ങിയിട്ടുണ്ട്. റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാട്ടറിൽ കഴുകുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് ഉപയോഗിച്ച് കുളിച്ചതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്തായാലും ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ സ്കിന്ന് ചൂട് പിടിച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. 30-40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ നമ്മൾ കഴുകുക. അതിനുശേഷം എന്തെങ്കിലും ക്രീം അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് നല്ല പോളിഷ് കിട്ടും എന്നാണ് പറയുന്നത്. പോളിഷ് ചെയ്ത എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ജെൽ. നമ്മൾ പാർലറിലൊന്നും പോവണ്ട, അത്രയും സ്കിന്നിന് നല്ല പോളിഷും സോഫ്റ്റ്നെസ്സും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബോഡി ബട്ടർ ആണ്. ബോഡി ബട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. കാരണം ഒരുപാട് പേരിലേക്ക് ഞാൻ കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് ബോഡി ബട്ടർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ക്രീം കമ്പനി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. മോയിസ്ചറൈസിങ് ക്രീം ഉണ്ട്, അലോവേര ലോഷൻ ഉണ്ട്, കൊക്കോ ബട്ടർ ലോഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ലോഷൻസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ എല്ലാം നല്ലതാണെങ്കിലും അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്നെ അപേക്ഷിച്ച് ബോഡി ബട്ടർ ആണ്. കാരണം ബോഡി ബട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാനുള്ളതാണെങ്കിൽ പോലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളെ പ്രോഡക്റ്റുകളെല്ലാം ഡെർമറ്റോളജി ക്ലിനിക്കൽ ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്താലും അതിന് സൈഡ് എഫക്റ്റോ റിയാക്ഷനോ ഒന്നും വരുന്നില്ല. എല്ലാം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്, നമുക്കറിയാം അല്ലെ. ബ്രിട്ടനിലെ ലാബ്സ്റ്റോക്ക് വെസ്റ്റാബിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇന്ന് മാർക്കറ്റിലുള്ള വലിയ വലിയ കമ്പനികൾ നമുക്കറിയാം, ഫെയർ ആൻഡ് ലവ്ലി, ഒലേ ഓഫ് ഒലേ, നാച്ചോസ്, അങ്ങനെ ബ്രാൻഡഡ് കമ്പനികൾ ടെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിലാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റും എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. റാപ്റ്റോ ബ്രസ്റ്റ് ലാബിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കണ്ടന്റ് പോലും ഈ പേഴ്സണൽ കെയർ പ്രോഡക്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ സർട്ടിഫൈഡ് ചെയ്യുന്ന ബ്രിട്ടനിലെ ലാബാണ് എന്ത്, ലാബ്സ്റ്റോക്ക് ബ്രസ്റ്റ് ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാൻഡഡ് കമ്പനികൾ സർട്ടിഫൈഡ് ചെയ്യുന്ന ലാബിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം സർട്ടിഫൈഡ് ചെയ്തിട്ട് നമ്മളെ കൈകളിൽ എത്തുന്നത്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഈ പ്രോഡക്റ്റുകൾ ആരും എന്ത് കാണുന്നില്ല, സീരിയസ് ആയിട്ട് കാണുന്നില്ല. നമ്മൾ അലോവേര ബോഡി ലോഷൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ ഈ ബോഡി ബട്ടർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പൊ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ട്രോബെറി എക്സ്ട്രാസ് ഉണ്ട്, ഷിയ ബട്ടർ ഉണ്ട്, അതുപോലെ ഒരുപാട് വൈറ്റമിൻ എ, ഇ, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ ഈ ബോഡി ബട്ടറിന്, സ്ട്രോബെറി ബോഡി ബട്ടർ. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഷിയ ബട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷിയ ബട്ടറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രൂട്ട് ആണ്. അതായത് ഒരു ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഒരു കായ ഉണ്ട്, അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, ബട്ടർ പോലുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മുടെ ബോഡി ബട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ബോഡി ബട്ടറിൽ ആഡ് ചെയ്തിട്ടുള്ള ഷിയ ബട്ടർ എന്ന് പറയുന്നത് ഒരുപാട് ബ്യൂട്ടി കോൺഷ്യസ് ആയ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സൈഡും കൂടി അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത്, ഷിയ ബട്ടർ എന്ന് പറയുന്നത്. ഇത് സ്കിന്നിന്റെ മോയ്സ്ചറൈസിങ് നിലനിർത്താനും അതുപോലെ ത്വക്കിന്റെ പുറമേയുള്ള കറുത്ത പാടുകളും കലകളും ഒക്കെ ഡിം ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ സ്കിന്നിൽ മുറിവോ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ആയി മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് കൂടെ എന്തിനുണ്ട്, ഷിയ ബട്ടറിനുണ്ട്. ഇതൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് ശരീരത്തിന് ചുളിവുകൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, ഷിയ ബട്ടർ എന്ന് പറയുന്ന കണ്ടന്റ്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുകയാണെങ്കിൽ സ്ട്രോബെറി എക്സാസ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എലർജിക്കൊക്കെ നല്ലൊരു കണ്ടന്റ് ആണ് എന്ത്, സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊളോജൻ ഡിസ്ട്രക്ഷൻ എന്ന് പറയും. അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് സ്കിന്നിന് ചുക്കും ചുളിവും വരാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പൊ അതിനൊരു പരിധി വരെ സഹായിക്കാനും ഈ ഒരു കണ്ടന്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ ചുളിവ് വരാതിരിക്കാൻ ഉള്ള ഒരു കണ്ടന്റ് ആണ് ബീറ്റ് ജെം ഓയിൽ, അതായത് തവിടെണ്ണ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് സിമറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു കണ്ടന്റിനകത്ത് മോയ്സ്ചറൈസിങ് നാച്ചുറൽ ആയിട്ട് നിലനിർത്താൻ കഴിവുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, സിമറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പൊ എല്ലാവരുടെയും സ്കിന്നിനകത്തുള്ള ഒന്നാണ് എന്ത്, ഈ സിമറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് സ്കിന്നിന് ചുളിവ് മാറ്റാനും ചെറിയ കുരുക്കൾ ഇല്ലാതിരിക്കാനൊക്കെ ഉള്ള ഒരു കണ്ടന്റ് ആണ് നമ്മുടെ ഈ ബീറ്റ് ജെം ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് കമ്പനി പറയുന്നത് ഇത് സ്ട്രെച്ച് മാർക്കിന് കൊടുക്കാനുള്ളതാണ്. പക്ഷെ അതായത് പ്രഗ്നൻസി ടൈമിൽ ശേഷം നമ്മൾ സ്ട്രെച്ച് മാർക്കിന് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത്, ഡെലിവറി കഴിഞ്ഞ സമയത്തല്ല കൊടുക്കേണ്ടത്. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കേണ്ടത്. കാരണം അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടുള്ളൂ. കാരണം നമുക്ക് സ്ട്രെച്ച് മാർക്കിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് വരുന്നതിന് മുന്നേ കൊടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൈമുട്ടില് കാൽമുട്ടിലൊക്കെ ഉള്ള ബ്ലാക്ക് കളറ്, ഇന്നർ വെയറിന്റെ അലർജി, ഇതിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ബോഡി ബട്ടർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരിൽ വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബോഡി ബട്ടർ പ്രോഡക്റ്റ്. അപ്പൊ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അടുത്തത് റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമറിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് റേഡിയൻ ഗ്ലോ ഫേസ് വാഷും ഫെയർനെസ് ക്രീമും. അപ്പോൾ ഈ റേഡിയൻ ഗ്ലോ ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് സോപ്പ് ഫ്രീ എന്ന്, അല്ലെ? പല ആളുകളും നമ്മളോട് ചോദിക്കും ഇത് വാങ്ങിക്കുമ്പോൾ സോപ്പ് ഫ്രീ കിട്ടുന്നതാണോ അല്ലെ? അങ്ങനെയല്ല. എന്താണ്, ഈ ഫേസ് വാഷ് 100% സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോം, അതായത് ഒരു പതയാണ് ഇതിൽ വരുന്നത്. അതായത് pH-ന്റെ അളവിനെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിവുള്ള ഒന്നാണ് റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ്. അതായത് സ്കിന്നിലെ മോയ്സ്ചറൈസിങ് നിലനിർത്താൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. കാരണം അതിൽ എന്ത് ആഡ് ചെയ്തിട്ടില്ല, സോപ്പിന്റെ കണ്ടന്റ് ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ സ്കിന്നിന് ഡ്രൈനെസ് വരാതെ മോയ്സ്ചറൈസിങ് നിലനിർത്താനും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം കാർസിനോസിലിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. അതെന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ക്യാൻസർ സെൽസിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് അതിന്. അപ്പൊ നമ്മുടെ ഈ റേഡിയൻ ഗ്ലോ ഫേസ് വാഷിൽ എന്ത് അടങ്ങിയിട്ടില്ല, കാർസിനോസിലിക് ആസിഡ് അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ റേഡിയൻ ഗ്ലോ ഫേസ് വാഷ്. അപ്പൊ നമ്മൾ ചോദിക്കും സോപ്പ് അടങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ പത വരുന്നത്? അതിന് പകരം ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഗ്ലിസറിൻ ഒരുപാട് കർമ്മങ്ങളുള്ള ഒരു കണ്ടന്റ് ആണ്, അല്ലെ? നമ്മുടെ ഹാൻഡ് വാഷിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മോയ്സ്ചറൈസിങ് ഹാൻഡ് വാഷ് ആണ് നമ്മുടെ ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. അപ്പോ ഗ്ലിസറിൻ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് എന്തുണ്ടാവില്ല, ഡ്രൈനെസ് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഫേസ് വാഷിൽ ഗ്ലിസറിന്റെ കർമ്മം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആന്റി ഫംഗൽ, ആന്റി വൈറൽ സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അതായത് നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് പോകാനും ബാക്ടീരിയാസിന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും എന്തിന് കഴിവുണ്ട്, നമ്മുടെ ഹാൻഡ് വാഷിന് കഴിവുണ്ട്. അപ്പൊ നശിച്ചു പോയ കോശങ്ങളെ നീക്കം ചെയ്യാം. വൈറ്റമിൻ കോംപ്ലക്സ്, മിനറൽ കോംപ്ലക്സ്, സിങ്ക്, മഗ്നീഷ്യം ഇവയെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ സ്കിന്നിൽ അധികമായിട്ടുള്ള സിബത്തെ നിയന്ത്രിക്കാനും എന്തിന് കഴിവുണ്ട്, ഈ റേഡിയൻ ഗ്ലോ ഫേസ് വാഷിന് കഴിവുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നുണ്ട്. പിന്നെ പുതിയ കോശങ്ങളുടെ ഉൽപാദനത്തിനും എന്ത് സഹായിക്കുന്നുണ്ട്, ഈ റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റേഡിയൻ ഗ്ലോ ഫേസ് വാഷും ഫെയർനെസ് ക്രീമും കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ സോഡിയം ലാക്ടേറ്റ്, അതായത് നാച്ചുറൽ NMF, നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാറ്റ്, ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്. കാരണം അവർക്ക് ഡ്രൈ സ്കിൻ ഉള്ള ആളുകളെ പ്രത്യേകത നമുക്കറിയാം, ഓയിലി സ്കിൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്, പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്, നാച്ചുറൽ സ്കിൻ ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ആളുകൾക്ക് എന്താണ്, സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും, അവർക്ക് ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാവർക്കും ഉപയോഗിക്കാമെങ്കിലും കൂടുതലും ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഇത് കൊടുക്കേണ്ടത്. കാരണം അവർക്ക് സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവർ നല്ല ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും.
അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോഴും അതിൽ കുറച്ച് വെള്ളം കൂട്ടി ഡയല്യൂട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തിട്ടാണ് നമ്മൾ അത് കഴുകി കളയുന്നതെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ സ്കിന്നിന് എന്താ വെച്ചാൽ നല്ല ഗ്ലോ വരും. അല്ലാതെ നമ്മൾ അത് എടുത്ത് വെറുതെ ഒന്ന് മുഖം കഴുകി കളയുന്ന ഒരു റിസൾട്ട് അല്ല നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടുക. എന്ത് ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിൽ കുറച്ച് വെള്ളം കൂട്ടി ഡയല്യൂട്ട് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഫെയർനെസ് ക്രീം ആണ്. 3000 കോടി മാർക്കറ്റ് വാല്യൂ ആണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. കാരണം അത്രയും കൂടുതൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം എന്ന് പറയുന്നത്. ഫെയർനെസ് തരുന്നതോടൊപ്പം കൂടെ മറ്റ് കർമ്മങ്ങളും കൂടെ ഇതിനുണ്ട്. അപ്പോ ഫെയർനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ യൂറോപ്യൻസിനെ പോലെ വൈറ്റ് കളർ ആവുന്നു, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് ചെറിയൊരു മാറ്റം വരുന്നുണ്ട് നമ്മുടെ ഫെയർനെസ് ക്രീം ഉപയോഗിക്കുമ്പോൾ. നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് എന്ത്, മെലാനിൻ. അപ്പൊ ഈ മെലാനിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് എന്തുണ്ടാവുന്നത്, ഡാർക്ക് കളർ കൂടുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ ഭയങ്കര കറുപ്പാവുന്നത്. എന്തുകൊണ്ട്, അവരുടെ സ്കിന്നിൽ മെലാനിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. ചില ആളുകൾ ഫെയർനെസ് ആവുന്നത് മെലാനിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അപ്പോ ഈ മെലാനിന്റെ അളവിനെ കുറയ്ക്കാനുള്ള കഴിവ് എന്തിനുണ്ട്, ഈ ഫെയർനെസ് ക്രീമിനുണ്ട്. അതേപോലെ തന്നെ ഇത് എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന കറുത്ത കലകളെ ഡിം ചെയ്യാനും, അതേപോലെ നമ്മൾ വെയിലത്ത് പോകുമ്പോൾ വെയിലിൽ നിന്ന് നമ്മുടെ പ്രൊട്ടക്ഷൻ, അതായത് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കണ്ടന്റ്, ഇതിലൊരു കണ്ടന്റ് എന്ന് പറയാൻ നിയാസിൻ അമൈഡ് ആണ്. അതായത് ഇതിലെ കണ്ടന്റ്, അതായത് സെബത്തെ നിയന്ത്രിക്കാനും സിബീഷ്യസ് ഗ്രന്ഥികളെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കണ്ടന്റ് ആണ് ഈ നിയാസിൻ അമൈഡ് എന്ന് പറയുന്ന കണ്ടന്റ്. പിന്നെ ഡിൽബ്യൂൺ സൺസ്ക്രീൻ, അതായത് ഇൻഓർഗാനിക് എന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് ചുക്കും ചുളിവും ഉണ്ടാവും, സ്കിന്നിൽ കരിവാളിപ്പ് ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഒരു പരിധി വരെ സഹായിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എന്തുണ്ട്, മിനറൽസ് ഉണ്ട്, അതായത് സിങ്ക്, കോപ്പർ, മാഗ്നീഷ്യം. അപ്പൊ സിങ്ക് എന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സഹായിക്കുന്നത്, സിങ്ക് സഹായിക്കുന്നത്. പിന്നെ കോപ്പർ ഉണ്ട്. കോപ്പറിന്റെ കർത്തവ്യം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നില് ഇലാസ്റ്റിനും കൊളോജിനും ഉണ്ട്. അപ്പൊ ഈ ഇലാസ്റ്റിനെയും കൊളോജിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പർ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മഗ്നീഷ്യം എന്ന് പറയുകയാണെങ്കിൽ സ്കിന്നിന് ചുക്കും ചുളിവും വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മൾട്ടി വൈറ്റമിൻ കോംപ്ലക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെ സ്കിന്നിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ചുക്കും ചുളിവും ഉണ്ടാക്കുന്നത് ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഹെർബൽ കോംപ്ലക്സ്. ഹെർബൽ കോംപ്ലക്സ് എന്ന് പറയുകയാണെങ്കിൽ ചെടികളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് ഹെർബൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ ഓറഞ്ച് പീൽ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. ഇതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഫെയർനെസ് ക്രീം. അപ്പൊ ഇന്ന് ഫെയർനെസ് ക്രീമിന്റെ ഒരു എന്താ പറയുക, ചെറിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാല് നമുക്ക് ബാക്കി എന്ത് പ്രൊഡക്റ്റും ധൈര്യമായിട്ട് കൊടുക്കാം. പക്ഷെ ഫെയർനെസ് ക്രീം കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇതൊന്ന് ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട്, ചില ആളുകൾക്ക് ഫെയർനെസ് ക്രീമിന് ചെറിയ ഇത് വരുന്നുണ്ട്, റിയാക്ഷൻ വരുന്നുണ്ട്. അതായത് ചൊറിച്ചിലോ അല്ലെങ്കിൽ മുഖക്കുരു അധികമായിട്ടൊക്കെ ഉള്ള കംപ്ലൈന്റ് കുറച്ച് മുന്നേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 4 സ്കിൻ ഉണ്ട്. ഈ 4 സ്കിന്നിൽ ഈ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരുവിധം പ്രൊഡക്റ്റ് ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് അതുപോലെ ഫേഷ്യല്, ബ്ലീച്ച് ഇങ്ങനെയുള്ളതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയ സ്കിന്നാണ്. നമുക്കറിയാം 2 വിരൽ കൊണ്ട് ആ സ്കിന്നൊന്നും ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വരുന്ന അതേപോലെ ഒരു റെഡ് കളറാണ്. അത്രയും സെൻസിറ്റീവ് ആയ സ്കിൻ ആയതുകൊണ്ട് അവർക്ക് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ കൈയിന്റെ മുകളിൽ കുറച്ചു നേരം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ചെവിയുടെ ബാക്ക് സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ചൊറിച്ചിലോ ഇറിറ്റേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് പിന്നെ അവരോട് ഉപയോഗിക്കരുത് പറയണം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളോട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനുള്ള കസ്റ്റമർ ആയിരിക്കാം. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഒരിക്കലും അവർ നെഗറ്റീവ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. വേറൊരു പ്രൊഡക്റ്റിനും ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഇല്ല.
ഈ ഫെയർനെസ് ക്രീം ഞാൻ കൊടുത്തിട്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, മുഖക്കുരു അധികമായി, ചൊറിച്ചിലുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ അതിനൊന്നും നമ്മൾ ഇടവരുത്തരുത്. അത് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് അവരോട് എന്ത് പറയാ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാൻ പറയാം. പിന്നെ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തിരിച്ച് റിസൾട്ട് കിട്ടില്ല. നമ്മളെ പ്രോഡക്റ്റുകൾ ആയുർവേദിക് ആണ്, അതുകൂടെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആയുർവേദിക്കിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറവുള്ള പ്രോഡക്ട്സ് ആണ് ആയുർവേദിക്. നേരെ മറിച്ച് അത് കുറച്ച് സമയം എടുത്ത് അതിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ആ വന്ന മുഖക്കുരു ആയാലും കറുത്ത പാടുകളായാലും പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അത് കസ്റ്റമർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ സെയിൽ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എപ്പോഴും നമ്മളെ ലീഡേഴ്സ് പറഞ്ഞു തരും പ്രോഡക്റ്റ് അല്ല, അവർക്ക് വിശ്വാസമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ പ്രോഡക്റ്റ് അല്ല അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ഉപയോഗിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്തായാലും അവരോട് പറഞ്ഞിട്ടേ ഈ ഫെയർനെസ് ക്രീം കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഫെയർനെസ് ക്രീമിന് ഇങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇങ്ങനെ 2-3 പേര് പറഞ്ഞത് കൊണ്ടാണ്. പക്ഷെ നേരെ മറിച്ച് ഞാൻ മുഖക്കുരുവിന് കൊടുക്കാറ് നമ്മളെ ബ്ലഡ് പ്യൂരിഫയറും വൂണ്ട് ഹീലിങ്ങും ആണ് കൊടുക്കാറ്. 3-in-1 ഫേസ് വാഷും. ഈ 3 പ്രോഡക്റ്റ് ആണ് ഞാൻ കൊടുക്കാറ്. നല്ല റിസൾട്ട് ആണ്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100-ൽ 150 എന്ന് പറയാം. ഫെയർനെസ് ക്രീം ഞാൻ മുഖക്കുരു എന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കാറില്ല. കാരണം ഫെയർനെസ് ക്രീം നമ്മളെ മുഖത്ത് ഉപയോഗിക്കുന്ന ഫെയർനെസ് ക്രീം ആയിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ സൺസ്ക്രീൻ ലോഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ മുഖക്കുരു ഉള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അവരുടെ കൂടെ എന്ത് കൊടുക്കണം, കോമ്പിനേഷൻ ആയിട്ട് ബ്ലഡ് പ്യൂരിഫയറും 3-in-1 ഫേസ് വാഷും കൊടുത്തിരിക്കണം. വെറും ഇത് മാത്രം കൊടുക്കരുത്. എന്തുകൊണ്ട് ഹീലിങ്ങും 3-in-1 ഫേസ് വാഷും കൊടുത്താൽ നമുക്ക് റിസൾട്ട് കുറയും. നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്ന ബ്ലഡ് പ്യൂരിഫയർ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം, എന്നാലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം അവരുടെ ബ്ലഡിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് മുഖക്കുരു വരുന്നത്. അപ്പോൾ ഇത് മറക്കരുത്. ഇതെന്തായാലും കോമ്പിനേഷൻ ആയിട്ട് ഈ 3 എണ്ണം കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഫെയർനെസ് ക്രീം കൊടുക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടേ കൊടുക്കാവൂ. കാരണം ആളുകൾക്ക് സ്കിന്നിന് പറ്റാത്ത, കാരണം നമ്മുടെ ഫെയർനെസ് ക്രീമിന്റെ കുഴപ്പം കൊണ്ടല്ല, കാരണം ഡെർമറ്റോളജി ക്ലിനിക്കൽ ടെസ്റ്റഡ് ആണ്. പിന്നെ സ്കിന്നിന്റെ കുഴപ്പം കൊണ്ടാണ്. ചില സ്കിന്നിന് ചില പ്രോഡക്റ്റുകളൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നെഗറ്റീവ് വരാൻ സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോ ഇത്രയും പ്രോഡക്റ്റുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോ ഇന്ന് ഈ മോർണിംഗ് മീറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ എന്നെക്കാളും ഒരുപാട് കഴിവുള്ളവരാണ്. അപ്പൊ ഞാൻ ഈ ബിസിനസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഇതിലും നന്നായി ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ മോർണിംഗ് മീറ്റിൽ കയറിയ എല്ലാവർക്കും എല്ലാ അച്ചീവ്മെന്റ്സും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.